പാസ്റ്റർ റെജി നാരായണൻ. അദ്ദേഹം ക്രൈസ്തവ കൈരളിക്ക് അനേക ഗാനങ്ങൾ സമ്മാനിച്ച ക്രിസ്തുവിൽ ശക്തനായ ഒരു ശുശ്രൂഷകനാണ്. ആ ഗാനങ്ങൾ ഇന്നും അനേകർ ലോകരാജ്യങ്ങളിൽ ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം? പഴയ ഗാനങ്ങൾ പാടരുത്, നിങ്ങൾ എല്ലാവരും പുതിയ പാട്ടുകൾ മാത്രമേ പാടാവൂ എന്ന് റെജി നാരായണൻ പാസ്റ്റർ പറഞ്ഞു അത്രേ. ഇങ്ങനെ പ്രചരിക്കുന്ന ഈ വാർത്ത തികച്ചും തെറ്റായ വാർത്തയാണ്. പാസ്റ്റർ റെജി നാരായണൻ പ്രസംഗിച്ച ദൈർഘ്യമേറിയ ഒരു വലിയ വീഡിയോ സന്ദേശത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തെടുത്താണ് ഇപ്പോൾ ഈ വീഡിയോ വിമർശന വിധേയമാക്കിയിരിക്കുന്നത്. ഈ വാർത്തയുടെ സത്യാവസ്ഥ ദേ ഇതാണ്. പാട്ട് പാടണം, അപ്പൊ പഴയ പാട്ട് വേണം, രണ്ടെണ്ണം പുതിയതും പാടണം. എന്തിനാ പാടുന്നറിയോ? ചങ്ക തട്ടുന്ന പാട്ട് പാടണം. ഇതാണ് സത്യം. പഴയ പാട്ടുകൾ പാടരുത് എന്നല്ല അദ്ദേഹം പറയുന്നത്. അനേക പഴയ പാട്ടുകൾ പാടുന്നതിൻ്റെ കൂടെ ഒരു പുതിയ പാട്ടും കൂടെ പാടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോയുടെ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയ ശേഷമാണ് ഇന്ന് ഇദ്ദേഹത്തെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. അടവി തരുക്കളിനിടയിൽ എന്ന ഗാനത്തിൻ്റെ ചില വരികൾ അദ്ദേഹം വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം തൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന കേൾവിക്കാർക്ക് പറയുന്ന കാര്യം വ്യക്തമായി മനസ്സിലാകാൻ ഉദാഹരണമായി ആ ഗാനത്തിൻ്റെ ചില വരികൾ ചേർത്തു പറഞ്ഞു എന്നേയുള്ളൂ. അല്ലാതെ അടവി തരുക്കളിനിടയിൽ എന്ന ഗാനത്തെ ആക്ഷേപിച്ചതല്ല. ഇത് മനസ്സിലാക്കാതെയാണ് ജ്ഞാനികളെന്ന് സ്വയം ചിന്തിക്കുന്ന കുറേ മണ്ടന്മാർ വിമർശിക്കുകയും ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അനേക വ്യാജ വാർത്തകൾ പറഞ്ഞുണ്ടാക്കുന്ന ഇക്കൂട്ടരുടെ ലക്ഷ്യം ഇതാണ്. തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ വൈറലാക്കണം, സബ്സ്ക്രൈബേഴ്സ് കൂട്ടണം. എത്രത്തോളം സമ്പാദിക്കാൻ കഴിയുമോ അത്രത്തോളം വരുമാനം യൂട്യൂബിൽ നിന്ന് സമ്പാദിക്കണം. അതിനുവേണ്ടി എത്ര തരം താണ നിലയിൽ വേണമെങ്കിലും ഇവർ വാർത്തകൾ മെനഞ്ഞുണ്ടാക്കും. ജനത്തിന്റെ ഇടയിൽ ശ്രദ്ധ പിടിച്ചു പറ്റണം. അങ്ങനെ ചില ഉപവാസ പ്രാർത്ഥനയിലും കൺവെൻഷൻ വേദിയിലുമൊക്കെ പ്രസംഗിക്കാൻ ആരെങ്കിലുമൊക്കെ വിളിക്കണം. ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് കയ്യടി നേടി ഷൈൻ ചെയ്യണം. ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുന്നവരിൽ ഭൂരിഭാഗവും പാസ്റ്റർമാരാണ് എന്നതാണ് കഷ്ടം. ഇക്കൂട്ടർക്ക് സുവിശേഷം പറയാൻ കിട്ടുന്ന വേദികളിൽ ഇവർ പറയുന്നത് സുവിശേഷം മാത്രമല്ല, പ്രഭാഷണത്തിന്റെ സിംഹഭാഗവും പറയുന്ന കാര്യങ്ങൾ യേശുവിനെ കുറിച്ചുള്ളതുമല്ല. പാസ്റ്റർമാരുടെ വീഴ്ചയും കുറ്റവും കുറവുമൊക്കെയാണ് ഇവരുടെ പ്രസംഗ വിഷയവും ഇവരുടെ ചർച്ചാ വിഷയവും. കൺവെൻഷൻ വേദികളിലും സോഷ്യൽ മീഡിയകളിലും മറ്റും പരസ്യമായി കൂട്ടുവേലക്കാരെ കുറ്റം പറയുമ്പോൾ അത് കേൾക്കുന്ന വിവിധ ജാതി മതത്തിൽപ്പെട്ട സഹോദരങ്ങളുണ്ട് എന്ന കാര്യം ഇവർ കണക്കാക്കുന്നതേയില്ല. എല്ലാവരെയും വെറുപ്പിക്കുന്ന രീതിയിൽ പ്രഭാഷണം നടത്തിയിട്ട് പറയും, ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ആയിരങ്ങളെ നേടുമെന്ന്. വാസ്തവത്തിൽ ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന അന്യജാതി മത വിഭാഗത്തിൽപ്പെട്ടവർ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ പരസ്പരം പാരവെച്ചും കുറ്റം പറഞ്ഞും പരസ്യമായി ചവിട്ടിത്താഴ്ചയും പ്രസംഗിച്ച് നടന്നിട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ നിങ്ങൾ സ്വീകരിക്കണമെന്നും നിങ്ങൾ വിശ്വസിക്കണമെന്നും പറഞ്ഞാൽ അതെങ്ങനെ ഞങ്ങൾ അംഗീകരിക്കും? കേൾക്കുന്ന ഞങ്ങൾ പൊട്ടന്മാരല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ കൂടിയാൽ നാളെ ഞങ്ങളുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ് എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ക്രിസ്തീയ ഗോളത്തിൽ ഇന്നത്തെ വലിയ ശാപമാണ് കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം നടക്കുന്ന കുറെ പാസ്റ്റർമാരും സഹപ്രവർത്തകരും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, പിന്നെ തെറ്റ് കണ്ടാൽ പ്രതികരിക്കണ്ടേ? ഉറപ്പായും പ്രതികരിക്കണം. പക്ഷേ ഇതൊക്കെ പറയാനും പ്രതികരിക്കാനുമുള്ള വേദികളല്ല സുവിശേഷ യോഗങ്ങൾ. അങ്ങനെ പ്രതികരിക്കേണ്ടവർ ചെയ്യേണ്ടത് ഏതെങ്കിലും ഹാളിലോ ചർച്ചിനുള്ളിലോ കേൾക്കേണ്ടവരോട് മാത്രം പറയുകയും തീരുമാനങ്ങൾ എടുക്കുകയുമല്ലേ ഏറ്റവും ഉചിതം. അല്ലാതെ എല്ലാവരോടും ഇങ്ങനെ ഓരോ കല്ലുവെച്ച നുണകൾ പറഞ്ഞും പ്രചരിപ്പിക്കുന്നവർ പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് പോലും നിന്ദയുണ്ടാക്കുന്ന ഒന്നാണ്. പണ്ടത്തെ ആൾക്കാർ പറയും, മലർന്നു കിടന്ന് തുപ്പരുത്, കാരണം തുപ്പിയാൽ സ്വന്തം മുഖത്ത് തന്നെ ആ തുപ്പൽ വീഴും. വിവിധ ജാതി മതത്തിൽപ്പെട്ടവരോട് സുവിശേഷം പറയുമ്പോൾ വല്ലവൻ്റെയും കുറ്റവും കുറവുമല്ല പറയേണ്ടത് കറതീർന്ന ദൈവവചനം മാത്രമാണ്. ചിലര് പറയും, ഞങ്ങൾക്ക് പഴയ പാട്ടാ. തൻ്റെ ഉണ്ടോ ഒരു പഴയ ഫോൺ യൂസ് ചെയ്യാൻ? ഇല്ല. പോകുന്ന സാധനമാണ് 10+. പാട്ടിന്റെ കാര്യം വരുമ്പോ ഇന്നും അനേക സഭകളിൽ പഴയ പാട്ടുകൾ മാത്രമാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുത്തൻ തലമുറയെ വാർത്തെടുക്കാനോ അവരെ ആരാധിക്കുവാനോ ഒരു പുതിയ പാട്ട് പാടാനോ അനുവദിക്കാതെ ഇന്നും
പാരമ്പര്യമായ വേലിക്കെട്ടിനകത്ത് നിർത്തി അവരെ ചിട്ട പഠിപ്പിക്കുകയാണ് പല സഭകളും. പുതിയ പാട്ടുകൾ പാടിയാൽ ആ സഭകളിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർ കയ്യടി നിർത്തും, ചിലർ തുറിച്ചു നോക്കും, ചിലർ ഇനി പാടരുതെന്ന് താക്കീത് നൽകും. ഇതൊക്കെയാണ് ഇന്നത്തെ യൗവനക്കാരെ സഭയിൽ വരാൻ മടിപ്പുളവാക്കുന്ന ചില കാരണങ്ങൾ. പുതിയ ഗാനങ്ങളിൽ പലതും ഇന്നും ആത്മാവിനാൽ തന്നെ രചിക്കപ്പെട്ടവയാണ്. എന്തേ അതൊന്നും ആരും കാണാതെ പോകുന്നു? ഒരു സ്പോർട്സ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. അത് കാണുന്ന വ്യക്തി അവന്റെ ടീം ജയിച്ചാൽ കൈയടിക്കുകയും നൃത്തം ചെയ്യുകയും ചിലപ്പോൾ കരയുകയും ചെയ്യുന്നതൊക്കെ സർവ്വസാധാരണമാണ്. അങ്ങനെയാണെങ്കിൽ ആരാധന സമയത്ത് തന്നെ സൃഷ്ടിച്ച, തന്നെ ഉയർത്തിയ, തന്നെ വളർത്തി വലുതാക്കിയ, ഇത്രത്തോളം ഉയർത്തിയ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ മനുഷ്യൻ കരഞ്ഞെന്നും ചാടിയെന്നും അവൻ നൃത്തത്തോടെ ദൈവത്തെ ആരാധിച്ചെന്നും വരും. എന്നാൽ ചിലർ ലോകത്തിൽ ജീവിച്ചും പാപത്തിൽ സുഖിച്ചും പകൽമാന്യന്മാരായി നടന്ന് ആരാധനാലയത്തിൽ വന്ന് ആരാധിക്കുന്ന സമയം കണ്ണും തുറന്നിരുന്ന് മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാനും പാസ്റ്ററുടെ മെസ്സേജിൻ്റെ തെറ്റുകൾ കണ്ടുപിടിക്കാനും ഇരിക്കുന്ന ചില മാന്യന്മാരുണ്ട്. അവർക്ക് അഭിഷേകവും അവർക്ക് ദൈവശക്തിയൊന്നും വിഷയമല്ല. അവർക്ക് ആരുടെയെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കണം, 4 പേരോട് പറയണം. ഇതൊക്കെ തന്നെയാണ് അവരുടെ സന്തോഷം. അടുത്തൊരു പുതിയ വീഡിയോ ചെയ്യാൻ പുതിയ കണ്ടന്റിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. പുതിയതിലും ആത്മാവുണ്ട്. സ്വോത്രം പറ. പരിശുദ്ധാത്മാവ് അങ്ങ് 68-ലായിരുന്നു, ഇപ്പൊ ഇല്ലേ? പരിപാടി നിർത്തില്ലെങ്കിൽ ലോറി ഇപ്പോഴും ഉണ്ട് പരിശുദ്ധാത്മാവ്. പറ. എല്ലാരും പിണങ്ങി. ചിലരിങ്ങ് ആരെ പ്രസാദിപ്പിക്കാനായി ഈ നൂറ്റാണ്ടിലെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം. ഒരു ഓർക്കുന്ന അതിനകത്ത് പെന്തിക്കോസ് പോയി ആ സാധനം രക്തം ജയം. പിള്ളേർ നൃത്തം ചവിട്ടി ആരാധിക്കുക സഭയിൽ. ആ സഭയില് സങ്കീർത്തനം 150 കാകളനാദത്തോടെ അവനെ സ്തുതിപ്പിൻ, വീണയോടും കിന്നരത്തോടും അവനെ സ്തുതിപ്പിൻ, തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പിൻ, തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിപ്പിൻ, ഉച്ചനാദമുള്ള കൈത്താളത്തോടെ അവനെ സ്തുതിപ്പിൻ, അത്യുച്ചനാദമുള്ള കൈത്താളത്തോടെ അവനെ സ്തുതിപ്പിൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പിൻ. ഇതെല്ലാം ഞാൻ പറഞ്ഞ വാക്കുകളല്ല, ഇതെല്ലാം വേദപുസ്തകം വിളിച്ചു പറയുന്ന വാക്കുകളാണ്. കൈയടിക്കുന്നതിനും പാട്ടുപാടുന്നതിനും വാദ്യോപകരണങ്ങൾ വായിക്കുന്നതിനും വേദപുസ്തകം എതിരല്ല. സങ്കീർത്തനം 150 6-ാമത്തെ വാക്യം, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്നാണ് വേദപുസ്തകം പറയുന്നത്. ധൂർത്തുപുത്രനെ കുറിച്ച് അപ്പൻ പറയുന്നു, ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. ധൂർത്തുപുത്രൻ മടങ്ങി വരുമ്പോൾ അപ്പൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. അപ്പനെ വിട്ട് ഏറെ ദൂരം ഓടി അപ്പന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തി എല്ലാ നന്മകളും നശിച്ച് പാപത്തിൽ ജീവിച്ചവനെ കുറിച്ച് അപ്പൻ പറഞ്ഞത് അവൻ മരിച്ചവനെന്നാണ്. എന്നാൽ തിരികെ മടങ്ങി വന്നപ്പോൾ അതേ അപ്പൻ പറയുന്നു, ആ മകൻ ജീവിച്ചു. ഇതേ കാര്യം തന്നെയാണ് 150-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിലും പറഞ്ഞത്. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കണം. പാപത്തിൽ ജീവിച്ചും ലോകത്തിന്റെ മായാസുഖങ്ങളിൽ നീന്തി തുടിച്ച് നടക്കുന്ന മനുഷ്യൻ ഇന്ന് യഹോവയെ സ്തുതിക്കാൻ കഴിയാതെ ആ ധൂർത്തുപുത്രനെ പോലെ മരിച്ചവനായിരിക്കുന്നു. ഇങ്ങനെ മരിച്ചവരാണ് മറ്റുള്ളവരെ നോക്കി കുറ്റം പറയുന്നത്. അവന് ആരാധിക്കുന്നവനെ ഇഷ്ടമല്ല, പാടുന്നവനെ ഇഷ്ടമല്ല, നൃത്തം ചവിട്ടുന്നവനെ ഇഷ്ടമല്ല. അവർക്ക് ഇതെല്ലാം ഒരു കുറ്റം മാത്രമാണ്. സങ്കീർത്തനം 149 യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവിൻ. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അവർ നൃത്തം ചെയ്തുകൊണ്ട് അവന്റെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പിനോടും കിന്നരത്തോടും കൂടെ അവന് കീർത്തനം ചെയ്യട്ടെ. വേദപുസ്തകം പറയുന്നു, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ. ഇവിടെ പുതിയ പാട്ട് പാടിയാൽ ചില പാസ്റ്ററും ചില വിശ്വാസികളും നാട്ടുകാരും അടിക്കാൻ നിൽക്കപ്പെടുമ്പോൾ വേദപുസ്തകം പറയുന്നു, യഹോവയ്ക്ക് പുതിയ പാട്ട് പാടുവിൻ. എന്താണ് കുഴപ്പം? ആർക്കാണ് കുഴപ്പം? ഇരമ്യാവ് 31:13 വാക്യം, അന്ന് കന്യകയും യൗവനക്കാരും വൃദ്ധന്മാരും ഒരുപോലെ നൃത്തം ചെയ്തു സന്തോഷിക്കും. ഞാൻ അവരുടെ ദുഃഖം മാറ്റി സന്തോഷമാക്കും. ഞാൻ അവരെ ആശ്വസിപ്പിച്ചു സങ്കടം പോക്കി സന്തോഷിക്കും. ഇവിടെ പറയുന്നത് യൗവനക്കാരും വൃദ്ധന്മാരും എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്യുമെന്നാണ്. 2 സാമുവേലിന്റെ പുസ്തകം 6-ാം അധ്യായം 13-14 വാക്യങ്ങൾ. യഹോവയുടെ പെട്ടകം ചുമന്നവർ 6 ചുവട് നടന്ന ശേഷം അവൻ ഒരു കാളയെയും തടിപ്പിച്ച കിടാവിനെയും യാഗം കഴിച്ചു. ദാവീദ് പഞ്ഞുനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുൻപാകെ നൃത്തം ചെയ്തു. രാജാവായ ദാവീദും അല്പം പോലും നാണം കാണിക്കാതെ തന്നെ ഉയർത്തിയ, തന്നെ വളർത്തിയ, തന്നെ വലുതാക്കിയ ദൈവത്തെ ആരാധിച്ചത് നൃത്തത്തോടും പൂർണ്ണ ശക്തിയോടും കൂടെയായിരുന്നു. ദയവായി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.
നിരപരാധിയായ ആരും കുറ്റക്കാരാകരുത്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. ആമേൻ. ഗോഡ് ബ്ലസ് യു.